എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ കർക്കിടക മാസം 1-ാം തീയതി മുതലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത്. മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും പൊതുവായിട്ടുള്ള ഫലസിദ്ധികളും അതുപോലെ തന്നെ ഗ്രഹസ്ഥിതികളും ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബോർഡിനകത്ത് ഞാൻ ഇന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് വായിച്ച് പറയുന്ന രീതിയിൽ കൂടെ അല്ല നമ്മൾ ജ്യോതിഷം പറയുന്നതെന്ന് നേരത്തെ മുതൽ എൻ്റെ വീഡിയോസുകൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു വിഷയത്തെക്കുറിച്ച് പറയണം എന്ന് ജ്യോതിഷത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് നമ്മളോട് പറയുമ്പോൾ കർക്കിടക മാസം 1-ാം തീയതി മുതലുള്ള ഫലങ്ങൾ പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ ബോർഡിനകത്ത് രാശിചക്രം വരയ്ക്കുക, പിന്നീട് ഫലസിദ്ധി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ജ്യോതിഷം കാണുന്ന ഒരു ചാനലായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ 40,000 സബ്സ്ക്രൈബർ ആകുന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ 43,000 കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് അത്രയും വളർച്ച നിങ്ങൾ കാരണം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. പക്ഷേ ഈ ചാനൽ ഞങ്ങളിങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് പണം വാങ്ങുന്നിട്ടില്ല. അതിൻ്റെ കാര്യമില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ ചാനലായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, അതിനൊന്നും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടുമായിരിക്കാം. ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഫലം. സൂര്യൻ ദക്ഷിണായന കാലത്തിലേക്ക് കടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിശേഷ ഫലമാണ് 12 കൂറുകാർക്കും വരാൻ പോകുന്നത്. കൂടാതെ വ്യാഴത്തിൻ്റെ മൗഢ്യം വിട്ടൊഴിഞ്ഞു മാറിയിട്ട് ശനി വക്രത്തിലും സഞ്ചരിക്കുകയാണ്. ആദിത്യ വ്യാഴ ശുക്ര ശനി യോഗങ്ങൾ ആണ് പ്രധാനമായിട്ടും ഫലസിദ്ധിയായിട്ട് പറയാൻ പോകുന്നത്. അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളാണ്. ശനിയുടെ വക്രസഞ്ചാര ഗതി കൊണ്ട് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അതിൽ നിന്ന് ഇപ്പോൾ ഒരു മോചന സമയമാണ്. വ്യാഴമൗഢ്യത്തിൽ നിന്നും അത് മാറിയതുകൊണ്ട് ധനപരമായിട്ടുള്ള പുരോഗതി വരുന്നുണ്ട്. ധനരാജയോഗം എന്ന് പറയാം. ധനരാജയോഗം വന്നിട്ട് എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഫലസിദ്ധി ഓരോ മേഖലയിലായിരിക്കും അത് വന്നു ഭവിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 27 നക്ഷത്രക്കാർക്കും 12 കൂറുകാർക്കും ഒരു മാറ്റം ഈ വരുന്ന കർക്കിടക മാസം മുതൽ ഉണ്ടാകാൻ പോകുന്നു. അതുകൂടാതെ കാലസർപ്പദോഷത്തിൽ നിന്ന് ഗ്രഹങ്ങൾക്ക് ഒരു മോചനം നേടുമ്പോൾ തന്നെ ഒരു ആശ്വാസഗതി എല്ലാവർക്കും ഉണ്ടാകും. ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന കാലസർപ്പത്തിൽ നിന്നും മറികടക്കാൻ പോകുന്നത്, ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ നിന്നും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഗ്രഹസ്ഥിതിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ആകാശമണ്ഡലത്തിൽ ഉള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ചന്ദ്രനെയും ഗുളികനെയും മാത്രമാണ് ഇതിനകത്ത് അടയാളപ്പെടുത്താത്തത്. അതിൻ്റെ കാരണം ചന്ദ്രനും ഗുളികനും ദിവസം പ്രതി 2 ദിവസം കൂടുമ്പോൾ ചന്ദ്രന് രാശിമാറ്റം ഉണ്ടാകുകയും ഗുളികൻ രാവിലെയും വൈകുന്നേരവും രാശികൾ മാറുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഗുളികനെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മുഹൂർത്ത വിഷയങ്ങൾക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് എടുക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ രാശിഫലം പറയുമ്പോൾ അതിനെക്കുറിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഇന്ന് നമ്മൾ ജ്യോതിഷം പറയാത്തത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾ ജ്യോതിഷം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ജ്യോതിഷം പറയാൻ തുടങ്ങിയത് മുതൽ കുറേ ആളുകൾ ഇങ്ങനെ പുതുതായിട്ട് ബോർഡിൽ കളം വരച്ചിട്ട് ജ്യോതിഷം പറയാൻ തുടങ്ങിയിട്ടുള്ളതായിട്ട് അറിവുണ്ട്. കുറേ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം മുമ്പ് ഒരു പൈസ ഒരാൾ ദക്ഷിണയായിട്ട് എനിക്ക് മണി ഓർഡറായിട്ട് അയച്ചു തന്നു. കാര്യം ഇദ്ദേഹം കുറേ കാലമായിട്ട് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു. പക്ഷേ ഒരു പൂർണ്ണത ഇല്ലാതിരിക്കുമായിരുന്നു. ഈ ജ്യോതിഷം പറയാൻ തുടങ്ങിയ ശേഷം അദ്ദേഹം പ്രൊഫഷനായിട്ട് ജ്യോതിഷം തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ഒരു ദക്ഷിണയായിട്ട് വലിയ സന്തോഷമുണ്ട്. ആ കക്ഷിയോട് മാത്രം പൈസ അയച്ചു തന്നുകൊണ്ടുള്ള നന്ദിയല്ല, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്നുള്ള ഒരു മനസ്ഥിതിയിൽ നമുക്കത് ഗുണമായിട്ട് വരട്ടെ, നിങ്ങൾക്കും ഒരു ഗുണമായിട്ട് വരട്ടെ എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് മേടം കൂറ്, മേടൻ രാശിയാണ് നമ്മളിവിടെ കുറിച്ചിരിക്കുന്നത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, ഇങ്ങനെ 12 രാശികളാണ്. ഇതിൽ അശ്വതി, ഭരണി, കാർത്തിക കാലിൽ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകയിരത്തരയിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. മകയിരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലിലും വ്യാഴം സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ പുണർത്തത്തിൽ കാലും പൂയോ ആയില്യത്തിൽ കർക്കിടകത്തിൽ സൂര്യ ബുധൻ സഞ്ചരിക്കുന്നു. അതാണ് ഒരു ഹൈലൈറ്റ്. പുണർത്തത്തിൽ കാലും പൂയോ ആയില്യം നക്ഷത്രക്കാരിലൂടെ സൂര്യനും ബുധനും സഞ്ചരിക്കുന്നു. ഒരു വലിയ ഗുണഫലങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൂടാതെ മകം പൂര ഉത്തരത്തെ കാലുകാർക്ക് ചൊവ്വയും കേതുവും ചിങ്ങത്തിൽ നിൽക്കുന്നു. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം വരെയുള്ള രാശികളിൽ മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് സൂര്യൻ്റെ രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ ദക്ഷിണായന കാലം ആരംഭിക്കുന്നു, രാമായണ മാസം ആരംഭിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് സർവ്വ ആളുകൾക്കും ഒരു മാറ്റം വരുന്നു. ആദ്യം തന്നെ പെട്ടെന്നൊരു കാര്യം പറയാം. മേടക്കൂറുകാർക്ക് സൂര്യൻ
നാലാം ഭാവത്തിലേക്ക് വരികയാണ്, കേന്ദ്രസ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പം അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് എന്തായി, ഒരു അനുകൂലം ഫലസിദ്ധിയിലേക്ക് കാര്യങ്ങളുടെ മാറ്റം വരാൻ പോകുന്നു. അശ്വതി ഭരണി കാർത്തിക കാലുകാർ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കോ, ഈ ബോർഡിൽ വരച്ചിരിക്കുന്നത് സൂര്യൻ എന്താ ഇവിടെ നിൽക്കുന്നു, 1, 2, 3, 4. നിങ്ങൾക്ക് ത്രികോണാധിപനായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് കേന്ദ്രസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി നിങ്ങൾക്ക് ചിന്തിക്കാം. ഇടവക്കൂറുകാർക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ, നിങ്ങൾക്ക് 4-ാം ഭാവാധിപനായിട്ടുള്ള ആള് 3-ാം ഭാവത്തിലേക്ക് വരുന്നു. ഇനി ഭാവം ഞാൻ പറയുന്നില്ല, അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഗൃഹം വാഹന സ്ഥാനത്തേക്ക് 4-ാം ഭാവത്തിലേക്ക് മാറുന്നു. നിങ്ങളുടെ മനസ്സിന്റെ സന്താനത്തിന്റെ അധിപനായിരിക്കുന്നു സൂര്യൻ, അത് ഇങ്ങോട്ട് മാറുന്നു. ഇടവക്കൂറുകാർക്ക് ഗൃഹത്തിന്റെയും വാഹന ആദിത്യന്റെയും അധിപനായിട്ടുള്ള 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്ക് 3-ാം ഭാവാധിപൻ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തിന്റെയും ആധിപത്യമുള്ള സൂര്യൻ നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് മാറുന്നു. മിഥുനക്കൂറുകാർക്ക് പുണർദത്തിൽക്കാലം പൂയോ ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർക്ക് നിങ്ങളുടെ ധനത്തിന്റെ അധിപൻ ജന്മത്തിലേക്ക് വരുന്നു. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങൾ എഴുതി വെക്കുകയും വേണം. നിങ്ങളുടെ ധനാധിപനാണ് ആര്, സൂര്യൻ. 2-ാം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള സൂര്യൻ ജന്മത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് 12ലേക്ക് സൂര്യന്റെ സ്ഥിതി മാറുന്നു. ചിങ്ങക്കൂറുകാർ എന്ന് പറഞ്ഞാൽ മകം പൂര ഉത്തരത്തിൽ കാലുകാർക്ക് 12-ാം ഭാവം എന്ന് പറയുമ്പോൾ 2 കാര്യം മനസ്സിലാക്കണം. ഇത് ആളുകൾ ജ്യോതിഷപരമായി പറഞ്ഞുതരാൻ വഴിയുള്ള വഴിയല്ല. 12-ാം ഭാവം കൊണ്ട് നഷ്ടസ്ഥാനം, നാശസ്ഥാനം, വിദേശസ്ഥാനം കൂടെ ചിന്തിക്കണം എന്ന് പറയും. അപ്പൊ വിദേശത്തുള്ളവർക്ക്, മകം പൂര ഉത്തരത്തിൽ കാലുകാർക്ക് വിദേശത്തുള്ളവർക്ക് തടസ്സങ്ങളുണ്ടെങ്കിലോ ദോഷങ്ങളുണ്ടെങ്കിലോ പ്രയാസങ്ങളുണ്ടെങ്കിലോ സ്വദേശം വിട്ട്, ഇപ്പം ഞാൻ സ്വദേശത്ത് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. വിദേശത്ത് ഞാൻ പോയി ജോലി ചെയ്തിട്ടില്ല, വിദേശങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ താമസിച്ച് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ആളുകൾക്ക് മകം പൂരോത്തരത്തിൽ കാലുകാർക്ക് ഒരു അനുകൂല മനഃപരിസ്ഥിതി. എന്തുകൊണ്ട്? നിങ്ങളുടെ 12-ാം ഭാവം മകം പൂര ഉത്തരത്തിൽ കാലുകാർ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എണ്ണാൻ. ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ 12ലേക്ക് സൂര്യൻ വരുമ്പോൾ നിങ്ങൾക്കൊരു അനുകൂല സ്ഥിതിയുണ്ട് മകം പൂര ഉത്തരത്തിൽ കാലുകാർക്ക്. അതിന്റെ ഫലസിദ്ധിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി മകം പൂരോത്തരത്തിൽ കാലുകാർക്ക് ജന്മത്തിൽ ആരുണ്ട്? ചൊവ്വയും കേതുവുണ്ട്. അപ്പൊ അവരുടെ കാര്യം നമ്മളിപ്പോൾ സൂര്യനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കന്നിക്കൂറുകാരെന്ത് മനസ്സിലാക്കണം? ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയും വരുന്ന കന്നിക്കൂറുകാർക്ക് 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ലാഭസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ അതിന്റെ ഫലസിദ്ധിയാണ് അടുത്തതായിട്ട് പറയുന്നത്. 12-ാം ഭാവാധിപൻ നഷ്ടാധിപൻ, നാശത്തിന്റെ അധിപൻ, വിദേശാധിപൻ ആയിട്ടുള്ള ഗ്രഹം നിങ്ങൾക്ക് എവിടെ മാറുന്നു? 11ലേക്ക് വരുന്നു. തുലാക്കൂറുകാർക്ക് ലാഭത്തിന്റെ അധിപൻ കർമ്മത്തിലേക്ക് വരുന്നു. നിങ്ങൾ എഴുതി വെക്കുക. ചിത്തിരയരെയും ചോതിയും വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാരുടെ ലാഭാധിപൻ ആരാണ്? സൂര്യനാണ്, ചിങ്ങക്കൂറിന്റെ അധിപൻ. അത് നിങ്ങൾക്ക് കർമ്മത്തിലേക്ക് വരുന്നു. അടുത്ത വൃശ്ചികക്കൂറുകാർക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ കർമാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. എത്ര ജ്യോതിഷക്കാർ ഇത് പറഞ്ഞു തരും? ഞാൻ മറ്റുള്ളവർ മോശമായിട്ട് പറയല്ല, ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാകത്തുള്ളൂ. ജ്യോതിഷത്തെ അറിയാവുന്ന കളം വരച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അത് പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നോട് ഇന്നും കൂറ് ഏതാണ് എന്ന് ചോദിക്കുന്ന ആളുണ്ട്. ഞാനേ രോഹിണി നക്ഷത്രക്കാരനാണ്, എൻ്റെ കൂറൊന്ന് പറഞ്ഞു തരണം എന്ന് പറയും. അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തിക മുക്കാൽ രോഹിണി ഇടവക്കൂറാണ് എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മകൻ നക്ഷത്രത്തിലുള്ളവരും ചോദിക്കാറുണ്ട്, എൻ്റെ കൂറ ഏതാണ്, ഞാൻ ജനിച്ച മാസമാണോ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് വൃശ്ചികക്കൂറുകാരൻ എന്ത് മനസ്സിലാക്കണം? എൻ്റെ കർമാധിപനായിട്ടുള്ള സൂര്യൻ എനിക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. ധനുക്കൂറുകാരൻ എന്ത് മനസ്സിലാക്കണം? എൻ്റെ ഭാഗ്യാധിപനായിരിക്കുന്ന സൂര്യൻ എനിക്ക് 9-ാം ഭാവത്തിലേക്ക്, അഷ്ടമരാശിയിലേക്ക് മാറുന്നു. മകരക്കൂറുകാരൻ എന്ത് മനസ്സിലാക്കണം? എൻ്റെ അഷ്ടമാധിപനായിട്ടുള്ള സൂര്യൻ 7-ാം ഭാവത്തിലേക്ക് വരുന്നു. മകരക്കൂറിലാരൊക്കെയാണ് വരുന്നത്? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തര നക്ഷത്രക്കാർ മനസ്സിലാക്കുന്നു. അതായത് അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലുകാർ എന്ത് മനസ്സിലാക്കണം? എൻ്റെ 7-ാം ഭാവാധിപനും ഐശ്വര്യാധിപനുമായിട്ടുള്ള ഗ്രഹം. കണ്ടോ എൻ്റെ വ്യത്യാസം? മനസ്സിലായത് കണ്ടോ? ഭാര്യാധിപനും ഐശ്വര്യാധിപനും ഇതാരും പറഞ്ഞു തരത്തില്ല. ഇത് നിങ്ങൾക്ക് എവിടെ പോകുന്നു? 6-ാം ഭാവത്തിലേക്ക് മാറുന്നു. അത് ദോഷമല്ലേ എന്ന് പറയേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ച് ഫലസിദ്ധി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് 1 മാസത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മാറും.
അത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മുടെ 7ാം ഭാവത്തെ കൊണ്ട് കളത്രപുത്ര ഐശ്വര്യ ഭാവമായിരിക്കും നമുക്ക് 7ാം ഭാവം. അതുപോലെ തന്നെയാണ് നമുക്ക് 12ാം ഭാവത്തെ കൊണ്ട് ഒരുപാട് പേര് ദോഷം പറയുന്നുണ്ട് ജ്യോതിഷന്മാർ. 12ാം ഭാവം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂല ഭാവമാണ്. അതുപോലെ തന്നെ മീനക്കൂറുകാർക്ക് ആരാണ്? സൂര്യൻ 6ാം ഭാവാധിപനാണ്. അതെവിടെ വരുന്നു? മീനക്കൂറുകാർക്ക് 6ാം ഭാവാധിപൻ ഒരു ദോഷഗ്രഹമാണ്. അത് 5ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പം മനഃശാന്തിയൊക്കെ കുറയുന്ന ഒരു ചെറിയ വിഷയങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണവും വ്യാഴം അതിൻ്റെ മൗഢ്യം വിട്ടിട്ട് ബലം വർദ്ധിച്ചിരിക്കുന്ന ഒരു ആനുകൂല്യം ഉണ്ടെങ്കിലും മനസ്സിന് ചെറിയ വിഷമങ്ങൾ, അലച്ചിലുകൾ, ടെൻഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് മീനക്കൂറുകാർക്ക്. അപ്പം മേടം മുതൽ ഇത്രയും ആളുകളുടെ പൊതുവായിട്ടുള്ള സ്ഥിതി പറഞ്ഞു. മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി ചാർട്ട് നല്ലപോലെ നോക്കിയിട്ട് ഇത് ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആകാശമണ്ഡലത്തിൽ ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ജാതകം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗ്രഹനില നിങ്ങളുടെ കയ്യിലുണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക, ഒരു ബോക്സ് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. അപ്പം ഇത് ആളുകൾക്ക് പൊതുവേ അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങളുടെ ജാതകത്തിൽ പ്രധാനമായിട്ട് നമുക്കിവിടെ ഒരാളുടെ ജാതകം എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. വ്യാഴം, ശനി, രവി, ബുധൻ, ശുക്രൻ, രാഹു, ഗുളികൻ, ചൊവ്വ, ലഗ്നം, ചന്ദ്രൻ, കേതു. ഇതൊരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഗ്രഹസ്ഥിതി ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ചുമ്മാതെ വിചാരിക്കുക. ഇപ്പം ഇതെന്താ പിന്നെ ചോദിക്കും. ഇത് ആകാശമണ്ഡലത്തിൽ ഇപ്പോഴുള്ള ഗ്രഹസഞ്ചാര സ്ഥിതിയെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ജാതകമായിരിക്കും. ഇതായിരിക്കത്തില്ല ഇവിടെ വരുന്നത്. ഇതിനകത്ത് ചന്ദ്രൻ എന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന രാശി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇപ്പോഴുള്ള ജ്യോതിഷ ഫലം പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് താണ്ടെ സൂര്യൻ 4ാം ഭാവത്തിൽ, അടുത്തതായിട്ട് ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക്, ഇവിടെ ചന്ദ്രൻ വരുന്നവർക്ക്, ഒരുപാട് ചന്ദ്രനില്ല, ഓരോരുത്തർക്കും അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തരക്കാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. മകയിരത്തരയും തിരുവാതിരയും പുണർത്തൽ മുക്കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജ്യോതിഷ ഫലം പറയുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് പ്രധാനമായിട്ട് ഇത്രയും കാര്യം മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ജൂലൈ മാസം 16-ാം തീയതി വൈകിട്ട് സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ജൂലൈ 28 ചൊവ്വാഴ്ച കന്നി രാശിയിലേക്ക്, ജൂലൈ 28 ചൊവ്വാഴ്ചയല്ല, ജൂലൈ 28 ചൊവ്വ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ജൂലൈ 28. ജൂലൈ 26 ശുക്രൻ മിഥുനത്തിലേക്ക് വരുന്നു. മഹാലക്ഷ്മി യോഗം സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി ഒന്ന് വേറെ, ഈ സ്ഥിതി വേറെ. ഇതിൽ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാ വരുന്നവർക്ക് നിങ്ങൾ എപ്പോഴും അതുപോലെ മനസ്സിലാക്കുക. സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഇത് പറയുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലഗ്നാലും നിങ്ങളുടെ ജ്യോതിഷ ഫലം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിന്ന് കർക്കിടക കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് കർക്കിടകത്തിൽ വരുന്നവർ, ഇവിടെ ചന്ദ്രൻ വരുന്നവർ, പുണർദത്തിൽ കാല്, പൂയ, ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എന്താണ് എന്നതിൻ്റെ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ജന്മത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ രാശിയിൽ 3ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ്റെ സഞ്ചാരവും നടക്കുന്നുണ്ട്. നിങ്ങളുടെ ധനസ്ഥാനത്ത് ചൊവ്വയും കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ അഷ്ടമ രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സ്ഥാനത്ത് ശനിയുണ്ട്. വ്യാഴം നിങ്ങൾക്ക് 12ലാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ 11ലാണ്, ലാഭസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ഈ ഫലസിദ്ധി വെച്ചുകൊണ്ട് നമുക്ക് വ്യാഴം 12ൽ നിന്ന് കഴിഞ്ഞാൽ ഈശ്വരാധീനം പൊതുവെ മറഞ്ഞു നിൽക്കുക. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനും കൂടിയാണ് വ്യാഴം. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു പേന എടുത്ത് നോട്ട് ചെയ്ത് വെക്കണം. ആരാ കേൾക്കുന്നത്? കർക്കിടക കൂറുകാരായിട്ടുള്ള പുണർദത്തിൽ മുക്കാല്, പൂയ, ആയില്യക്കാർ എഴുതി വെക്കണം. എൻ്റെ ഭാഗ്യത്തിൻ്റെ അധിപൻ ആരാണ്? ഒരു ചോദ്യം ചോദിക്കുക, PSC ടെസ്റ്റിൽ ചോദിക്കുകയാണ്. ഉടൻ തന്നെ ഉത്തരം എഴുതണം, വ്യാഴം. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പം ഭാഗ്യം ഉണ്ടാകാനോ ഭാഗ്യക്കേടുകൾ ഉണ്ടാവുമോ, നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുവാണെങ്കിൽ ഉടൻ തന്നെ വിഷ്ണു ഭഗവാന് ഒരു ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന, പ്രാതരഗ്നിം പ്രാതരന്തരം ഹവാമഹേ
പ്രാതർമിത്ര വരുണാഭ്രാതർശ്വിനാഹ എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. മുഴുവൻ ചൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മന്ത്ര വീഡിയോ ആയി പോകും, ജ്യോതിഷ വീഡിയോ ആയതുകൊണ്ട് മുഴുവൻ ചൊല്ലുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വിശദമായിട്ടുള്ള ഫലസിദ്ധിയാണ് ഇന്ന് പറയുന്നത്. കർക്കിടക കൂറിൽ വരുന്ന പുണർദത്തിൽ കാലം പൂയോ ആയില്യം വരുന്ന നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഞാൻ പറഞ്ഞു. ധനസ്ഥാനത്ത് ചൊവ്വയും കേതുവാണെന്നും പറഞ്ഞു. ബാക്കിയുള്ള ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ പൊതുവിലുള്ള സൂര്യൻ്റെ വരവ് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള വലിയ ഉയർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതിനെല്ലാം ഒരു മാറ്റം വരുന്നതിനും ധനയോഗം ഉണ്ടാകുന്നതിനും വിവാഹാദി മംഗളയോഗങ്ങൾ ഉണ്ടാകുന്നതിനും അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും അതുപോലെ തന്നെ സൂര്യനെ കുറിച്ച് നമുക്കറിയാം. സഞ്ചാരത്തെ കൊണ്ടും കൂടി ചിന്തിക്കും. ചന്ദ്രനെ സൂര്യനെ കൊണ്ടും നമുക്ക് വിദേശ രാജ്യങ്ങളിലെ സഞ്ചാരങ്ങളെ ചിന്തിക്കുക, മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളെക്കുറിച്ച് ചിന്തിക്കുക, മരുന്നുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സ്വദേശം വിട്ട് നമ്മൾ ജർമ്മനിയിലോ യൂറോപ്പിലോ ഒക്കെ പോകാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്രാൻസിലോ ഒക്കെ പോകാനും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണെന്നും ബുധൻ വിദ്യാകാരകനും കൂടി നിൽക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസ മേഖല കൊണ്ട് ഉയർച്ചയുണ്ടാകുമെന്നും പഠിച്ച വിദ്യ കൊണ്ടുള്ള തൊഴിൽ കിട്ടുമെന്നും ഒക്കെ അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണെന്നും പുണർദത്തിൽ കാലം പൂയോ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് പൊതുവിൽ വ്യാഴം 12 നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ഭാഗ്യം മറിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന, തുളസിമാല, നെയ്യൊഴിച്ച് വിളക്ക്, പാൽപ്പായസ നിവേദ്യം നടത്തുക. വിഷ്ണു ക്ഷേത്രമില്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തിയാലും മതി. നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമത്തിൽ ഇപ്പോൾ രാഹു നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രാഹു നിൽക്കുന്നത് നമുക്ക് പൊതുവിൽ അഷ്ടമഭാവം 3, 6, 12 രാശികളിൽ പാപഗ്രഹങ്ങൾ പോകുന്നത് നല്ലതാണ്. എങ്കിലും അഷ്ടമരാശി എന്ന് പറയുന്നത് എപ്പോഴും പാപഗ്രഹങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പാപഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളായിട്ട് നാഗദൈവ പ്രീതി വരുത്തുകയും നൂറും പാലും മഞ്ഞൾപ്പൊടി വഴിപാടുകളൊക്കെ ചെയ്യുകയും പാൽപ്പായസ നിവേദ്യമൊക്കെ നാഗത്തറയിൽ പോയി ചെയ്യുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള ധനരാജയോഗ ഫലം സിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് പ്രധാനമായിട്ട് ഇന്ന് ജ്യോതിഷം നോക്കിയതിൽ നിന്നും നമുക്ക് പറയാനുള്ളത്. കർക്കിടക കൂറുകാർക്ക് ലാഭസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ വിധത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്കായാലും ധനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്കാർക്കായാലും അതെല്ലാം തടസ്സം വിട്ടൊഴിഞ്ഞു മാറുക. വിദേശയാത്രാ ഗമനം സംഭവിക്കുക, പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുക, രോഗാഷ്ഠതകളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുക, സർവ്വ ഐശ്വര്യം ഉണ്ടാവുക, സർവ്വഭാഗ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു മാസമാണ്. ദോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും അത് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ആ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് തുലാക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചിത്തിരാരെയും ചോതിയും വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാർക്ക് നിലവിൽ നമുക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതിയുണ്ട്. ശുക്രൻ അഷ്ടമത്തിലാണ്, അത് നല്ലതല്ല. നിങ്ങൾക്ക് ജാതകപ്രകാരം ശനി 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് 5ാം ഭാവത്തിൽ രാഹു, 11ാം ഭാവത്തിൽ ചൊവ്വയും കേതുവുണ്ട്. ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് ജ്യോതിഷഫലം പറയുമ്പോൾ നിങ്ങളുടെ കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും വരുന്നു. കർമ്മഭാവ പുരോഗതി ഉണ്ടാവുക, കർമ്മത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അടുത്തതായിട്ടുള്ള നക്ഷത്രക്കാരാണ്. അതുകൂടാതെ കർമ്മത്തിൽ കേന്ദ്രസ്ഥാനത്തേക്ക് സൂര്യനും ബുധനും വരുന്നത് ധനരാജയോഗമാണ് ഇവർക്കും സംഭവിക്കുന്നത്. തുലാക്കൂറുകാർക്ക് ചിത്തിരേരെയും ചോതിയും വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുക, പ്രമോഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞു മാറുക. സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഏത് തൊഴിലിന് ശ്രമിക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള സമയമാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്ന സമയമാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അഭിഷ്ടസിദ്ധികളും കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് കാര്യമാണോ അതിലെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണെന്നും ഒക്കെ കാണിക്കുന്ന ഒരു സമയമാണ് തുലാ കൂറുകാരിൽ വരെ. ഇവിടെ ചന്ദ്രൻ വരുന്നവരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് വ്യാഴം നിപ്പുണ്ട്. അപ്പോൾ വ്യാഴം അനുകൂലമായിട്ടുള്ള ഭാവത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുകയും തുളസിമാല വഴിപാടുകൾ നടത്തുകയും ചെയ്യണം. നിങ്ങൾക്ക് ദോഷസ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ചൊവ്വയും കേതുവും നിങ്ങൾക്ക് ദോഷസ്ഥാനത്താണെന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് പറയുന്നെങ്കിലും കേതുവാണ് നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളത്. ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ അധിപനും ഭാര്യാസ്ഥാനം കളത്രപുത്ര ഭാഗ്യാധിപനും കൂടിയായിട്ടുള്ള കളത്രപുത്രാധിപനും ഐശ്വര്യാധിപനുമായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അവിടെ കേതു നിൽക്കുന്നതിനാൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. മനഃശാന്തി കുറവിന് വേണ്ടിയിട്ട് നാഗപ്രീതി വരുത്തി
പ്രാർത്ഥിക്കുക. രോഗാരിഷ്ടതകൾ വിട്ടൊഴിഞ്ഞു മാറാൻ ശാസ്താവിന് നീരാഞ്ജനം വിളക്ക് കത്തിച്ച് എള്ളുപായസം നിവേദ്യം നടത്തിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകളൊക്കെ നടത്തിയാൽ തുലാക്കൂറുകാരുടെ ജാതകപരമായിട്ട് ഇപ്പം നിൽക്കുന്ന ദോഷം മാറും. ഈ വരുന്ന ജൂലൈ മാസം 26-ാം തീയതിയോടുകൂടി ശുക്രൻ നിങ്ങൾക്ക് മിഥുനൻ രാശിയിലോട്ട് പ്രവേശിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള ലക്ഷ്മി യോഗവും കൂടി സംഭവിക്കാൻ പോവുകയാണ് തുലാക്കൂറുകാർക്ക്. കാരണം വ്യാഴം ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നോക്കുന്ന ഒരു രാശിയുണ്ട്. തുലാം രാശിയിലേക്ക് വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടിയുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വ്യാഴം നോക്കുന്നത് കുംഭക്കൂറിലേക്കാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി, പൂർണ്ണ ദൃഷ്ടി. അപ്പം തുലാക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും ഒരു കവചം, ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആരുടെ? വ്യാഴത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ തുലാക്കൂറിന്റെയും ഫലം പറഞ്ഞു, കർക്കിടകൂറുകാരുടെയും ഫലം പറഞ്ഞു, നിങ്ങളുടെ ദോഷഫലം പറഞ്ഞു. അടുത്തായിട്ട് മകരക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. മകരക്കൂറുകാർക്ക് ഇപ്പോൾ നിലവിൽ ജാതകപ്രകാരം നിങ്ങൾക്ക് ധനസ്ഥാനത്ത് രാഹു, 3-ാം ഭാവത്തിൽ ശനി, കുടുംബസ്ഥാനത്ത് നിങ്ങൾക്ക് 5-ാം ഭാവത്തിൽ ശുക്രൻ, 1, 2, 3, 4, 5-ാം ഭാവം മനസ്സിന്റെ സന്താനത്തിന്റെ സ്ഥാനത്ത് ശുക്രൻ, വ്യാഴം 6-ാം ഭാവത്തിൽ. അപ്പം അത് മനസ്സിലാക്കണം. വ്യാഴം എപ്പോഴും നമുക്ക് 3, 6, 8, 12 ഭാവങ്ങളിൽ ഒക്കെ പോകുന്നത് ഒരിക്കലും നമുക്ക് ഗുണകരമല്ല. അതിൻ്റെ 3-ാം ഭാവത്തിലേക്ക് വരുന്നതും 6-ാം ഭാവം വരുമ്പോൾ ഇരട്ടിയായിട്ടുള്ള ഒരു ദോഷമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം 3-ൽ ആർക്കാണ് ഉള്ളത്? മേടക്കൂറുകാർക്ക് വ്യാഴം 3-ലാ. അതുപോലെ തന്നെ മകരക്കൂറുകാർക്ക് എവിടായി? 6-ലാണ്. അടുത്തായിട്ട് അഷ്ടമത്തിൽ വരുന്ന ആരാണ്? വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ്. 12-ൽ വരുന്ന ആരാണ്? കർക്കിടകൂറുകാർ. നിങ്ങൾ എഴുതി വെച്ചോ. ഇനി എനിക്കത് പറയേണ്ട കാര്യമില്ല. ഇത് റെക്കോർഡിക്കൽ വീഡിയോ ആയതുകൊണ്ട് ഇച്ചിരി റിവേഴ്സ് മാറ്റിയാൽ ഈ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 3, 6, 8, 12 നമ്മളിത് പെട്ടെന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ ഡെയിലി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കളം പെട്ടെന്ന് എണ്ണി മാറ്റാൻ പറ്റും. ഇത് ജ്യോതിഷം അറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാകത്തില്ല. അതിൻ്റെ പ്രധാന കാരണം ഒറ്റ പ്രാവശ്യം മനസ്സിലാക്കിയാൽ മതി. കർക്കിടകൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും മേടക്കൂറുകാർക്കും ഇപ്പം വ്യാഴം അനുകൂലത്തിലല്ല എന്ന് മനസ്സിലാക്കണം. വ്യാഴം അനുകൂലിച്ചില്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യം കിട്ടത്തില്ല. കാരണം നിങ്ങളിപ്പം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കുമ്പം തൊട്ടടുത്ത മേലധികാരിയുടെ ഒരു ഉപ്പും കൂടെ കൊടുത്തിട്ട് മേപ്പോട്ട് അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കാര്യം സാധിക്കും. നമ്മളിപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു വീട് കിട്ടണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നാളെ വീട് തിരിക്കോട്ടെ എന്ന് പറഞ്ഞ് എഴുതി തരാൻ ഒക്കത്തില്ല. ഇവിടുത്തെ നിയമ സംവിധാന വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹം തൊട്ട് താഴോട്ട് കൊടുത്ത് അവസാനം പഞ്ചായത്തിൽ വരും. പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോ ആരെങ്കിലും നിങ്ങൾക്ക് അതിന് യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കണം മേപ്പോട്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വ്യാഴത്തിന്റെ ആനുകൂല്യം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ വഴിപാടുകൾക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കും ഒക്കെ ഒരു ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വഴിപാടുകൾ ചെയ്ത് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മതി. വ്യാഴമോ വിഷ്ണു ഭഗവാനോ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ജാതകപരമായിട്ട് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ചാരവശാലെന്ന് പറയും. ഇപ്പോൾ ഗ്രഹസഞ്ചാര സ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ദോഷമുള്ള ഒരു സമയമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് മകരക്കൂറുകാർക്കാണ്. മകരക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഫലസിദ്ധി അല്ല പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറയുന്നത് മകരക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തര വരുന്ന നക്ഷത്രക്കാർക്ക് ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം, കളത്രസ്ഥാനമായിട്ടുള്ള ഈ സ്ഥാനത്തേക്ക് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജാതകപ്രകാരം 7-ാം ഭാവം നിങ്ങൾക്ക് എപ്പോഴും ഭാര്യാസ്ഥാനവും അതുപോലെ തന്നെ കളത്രസ്ഥാനവും. ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനവും ഐശ്വര്യസ്ഥാനവും ആയിരിക്കും. നിങ്ങൾ എത്ര ജ്യോതിഷ വീഡിയോ കണ്ടാലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല എന്നുള്ളതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാര്യങ്ങളും ഉണ്ടാകും. അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. നിങ്ങളുടെ ഐശ്വര്യസ്ഥാനം, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ, നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യസ്ഥാനം നിങ്ങളുടെ പങ്കാളിയായിരിക്കും. ഒരു സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ ഐശ്വര്യം, ആ സ്ത്രീയുടെ മുഖത്ത് ഐശ്വര്യം ഉണ്ടെങ്കിൽ, സ്ത്രീയുടെ വാക്കുകളിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ, സ്ത്രീകളുടെ പ്രവൃത്തിയിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ, അവർക്ക് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള സന്തോഷം ഉണ്ടെങ്കിൽ, അവരുടെ എല്ലാ മേഖലകളിലും നല്ല ഗുണമുണ്ടെങ്കിൽ, സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ, മനസ്സിന് നല്ല ശാന്തി ഉണ്ടെങ്കിൽ, നല്ല ഉറക്കം കിട്ടുന്നെങ്കിൽ അവരുടെ ഭർത്താവ് മിടുക്കനും കേമനും ആയിരിക്കും എന്നുള്ള കാര്യം എഴുതി വെക്കാം. നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലും അങ്ങനെ തന്നെ ചിന്തിക്കാം. ഒരു പുരുഷൻ നല്ല ആത്മാർത്ഥതയോടുകൂടിയും ഉത്തരവാദിത്വത്തോടെയും സന്തോഷത്തോടെയും ധനം ഉണ്ടാക്കുകയും കുടുംബം നോക്കുകയും എല്ലാം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പുറയിലത്തെ ശക്തി അയാളുടെ പങ്കാളിയായിരിക്കും എന്നും മനസ്സിലാക്കാം. അത് ജ്യോതിഷം പറയുന്ന കാര്യമാണ്, ഹരിപ്രസാദ് പറയുന്ന കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മകരക്കൂറുകാർക്ക് ആരാണ് ഐശ്വര്യസ്ഥാനാധിപൻ? നിങ്ങൾക്ക് ചന്ദ്രനാണ്. ഇതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. നമ്മളിവിടെ ചന്ദ്രൻ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ഇപ്പോൾ ഐശ്വര്യസ്ഥാനത്ത് നിൽക്കുന്നത് സൂര്യനും ബുധനുമാണ്. നിങ്ങൾക്ക് സൂര്യൻ ആരാണ്? ജാതകപ്രകാരം അഷ്ടമാധിപനാണ്.
അഷ്ടമാധിപൻ 7-ാം ഭാവത്തിൽ വരുന്നത് എപ്പോഴും നമുക്ക് കുറച്ച് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ജാതകപ്രകാരം 6-ാം ഭാവാധിപനും അഷ്ടമാധിപനും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം കുറച്ച് ദോഷമാണ്, വ്യാഴത്തിൻ്റെ മാറ്റം കൂടി ഉള്ളതുകൊണ്ട് മകരക്കൂറുകാർ എന്നോട് വിഷമിക്കരുത്. സ്ഥിരമായിട്ട് അവരെന്നോട് വഴക്കിടുന്ന ഒരു രാശിക്കാരാണ് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രതികൂല അവസ്ഥ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾക്ക് അഷ്ടമാധിപനും 6-ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ 7-ാം ഭാവത്തിൽ വരിക, അതുപോലെ തന്നെ ചൊവ്വയും കേതുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുക, അതുപോലെ തന്നെ രാഹു ധനസ്ഥാനത്ത് സഞ്ചരിക്കുക, 3-ാം ഭാവത്തിൽ ശനി നിൽക്കുക, വ്യാഴം 6-ാം ഭാവത്തിൽ മാറി നിൽക്കുന്ന ഒരു ചെറിയ പ്രശ്നം ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലത്തിൽ നിൽക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിൽക്കുന്ന ആൾ ശുക്രനാണ്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് അനുകൂല സ്ഥാനത്ത് നിൽക്കുകയാണ് ഇദ്ദേഹം, ശുക്രൻ. അപ്പം ശുക്രന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ഇപ്പം നിലവിൽ നല്ലതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ശ്രീസൂക്തം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ശ്രീസൂക്ത മന്ത്രം കൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി താമരമൊട്ട് കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറും. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നാഗദൈവ പ്രീതി വരുത്തി നോക്കിക്കോ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഈ ഒരു മാസം ഒന്ന് കടന്നു കിട്ടുന്നവരെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യയും വലുതായിട്ടൊന്നും മിണ്ടാൻ പോകണ്ട. തിരിച്ച് ഭാര്യ എന്തെങ്കിലും ഇടക്ക് പറഞ്ഞിട്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ നമ്മളൊന്നും മിണ്ടാൻ പോകണ്ട, കണ്ണം കടച്ചേക്കണം. കർക്കിടക മാസം 1-ാം തീയതി മുതൽ കർക്കിടക മാസം 30-ാം തീയതി കഴിയുന്നവരെ മിണ്ടണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം ബാക്കിയുള്ളത്. അത് തമാശ രൂപത്തിൽ പറഞ്ഞിട്ടെടുത്താൽ മതി. അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ പറയുന്നത് പോലെയുള്ള ആനുകൂല്യം കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈശ്വര ആരാധന, ഈശ്വരപ്രീതി നല്ലതുപോലെ വരുത്തുക. പറ്റുമെങ്കിൽ നാലമ്പല ദർശനങ്ങളൊക്കെ നടത്തിയിട്ട് ശ്രീരാമക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഒരു രാമായണമൊക്കെ എടുത്ത് വൈകുന്നേരമൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നമ്മുടെ ഈ മാസത്തെ ഒന്ന് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മേടക്കൂറുകാരുടെ ഫലമാണ് അടുത്തതായിട്ട് പറയുന്നത്. ആരുടെയെങ്കിലും ഫലസിദ്ധി നല്ലതുപോലെ പറഞ്ഞില്ല എന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി, അത് പിന്നീട് പറയാം. അടുത്തതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട മേടക്കൂറുകാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയുണ്ട്. 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർണ്ണ രൂപത്തിൽ എന്ന് വെച്ചാൽ അത്ര ദോഷമെന്ന് പറയാനൊക്കത്തില്ല. 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫലസിദ്ധിയാണ്. അപ്പം വ്യാഴം 3-ൽ നിൽക്കുന്നത് അത്ര ഗുണമല്ല, എങ്കിൽ പോലും കുഴപ്പമില്ല, ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധിയാണ് കാണുന്നത്. മറ്റ് ഗ്രഹസ്ഥിതികളെല്ലാം വെച്ച് നോക്കുമ്പോൾ രാഹു ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്, നല്ലതാണ്. 1.5 വർഷത്തേക്ക് രാഹു മാറിയതേ ഉള്ളൂ, 1 മാസം ആയതേ ഉള്ളൂ. 1.5 മാസത്തേക്ക് രാഹു ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. ശനി 12-ൽ സഞ്ചരിക്കുകയാണ്, നിങ്ങളുടെ ലാഭാധിപൻ 12-ൽ സഞ്ചരിക്കുക. അപ്പം ലാഭാധിപൻ 12-ൽ സഞ്ചരിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതല്ല. ലാഭാധിപൻ ആരാണ്? ശനിയാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോ ഗ്രഹങ്ങളുണ്ട്. മുമ്പിലത്തെ വീഡിയോകൾ ഞാൻ റിപ്പീറ്റ് ചെയ്താൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ ജാതകപ്രകാരം ലാഭാധിപൻ ആരാണ്? ശനിയാണ്. നിങ്ങളുടെ കർമാധിപൻ ആരാണ്? ശനിയാണ് മേടക്കൂറുകാർക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ധനാധിപൻ ആരാണ്? ശുക്രൻ ആണ്. അത് മാറുന്ന കാര്യമേ അല്ല. അപ്പോൾ ശുക്രൻ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് വെച്ചുകൊണ്ടല്ല അത് പറയുന്നത്. ശുക്രൻ ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ ധനാധിപൻ 6-ലെന്ന് ഞാൻ പറയും. അപ്പം നിങ്ങൾ അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ധനാധിപൻ ധനസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇഷ്ടം പോലെ കാശ് പല വഴിക്കൊന്നും വന്ന് കയറും. ശനി 12-ൽ നിൽക്കുന്നത് കൊണ്ട്, ലാഭാധിപൻ 12-ൽ നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളം വരുന്നത് പോലെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒഴുകി പോകുന്ന പോലെ വരുന്നത് കാണാൻ പറ്റും, ഒഴുകി പോകുന്നതും കാണാൻ പറ്റുന്ന പോലത്തെ അവസ്ഥയായിരിക്കും മേടക്കൂറുകാർക്ക്. അപ്പം അതിനെ തടഞ്ഞു നിർത്തി നമ്മുടെ ആവശ്യത്തിനുള്ളത് ഒരു ബക്കറ്റിനകത്ത് ഒരു വെച്ചേക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. അപ്പം നിങ്ങളുടെ ധനാധിപൻ ധനസ്ഥാനം സഞ്ചരിക്കുന്നത് നല്ലതായിരുന്നു. അതുകൂടാതെ നമ്മൾ സൂര്യൻ നിങ്ങളുടെ 5-ാം ഭാവാധിപൻ 4-ാം സ്ഥാനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗൃഹയോഗം, വാഹനയോഗം, അതുപോലെ തന്നെ കുടുംബ സൗഖ്യം, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്ന അവസ്ഥകളും, ദീർഘദൂര യാത്രകൾ പോകേണ്ടതായിട്ട് വരിക, വിദേശ രാജ്യങ്ങളിൽ പോകുന്നേണ്ടി വരിക, തൊഴിൽ സംബന്ധമായിട്ടിരിക്കുന്ന തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, ബിസിനസ്സിൽ വിജയം ഉണ്ടാവുക, അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു സമയമാണെന്നും തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന അശ്വതി ഭരണി കാർത്തികകാലുകാർക്കുള്ളത് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണെന്നും യൂണിഫോമുള്ള തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കുമെന്നും, അതുപോലെ തന്നെ അശ്വതി ഭരണി കാർത്തികകാല് നമ്മൾ എപ്പോഴെടുത്താലും ഒരു ബിസിനസ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും അശ്വതി ഭരണി കാർത്തികകാലുകാർ. ആ ബിസിനസ് ചെയ്യുക, അവർക്ക് ഒരുപാട് പൈസ നഷ്ടം വരുന്ന ഒരു രാശിക്കാരും കൂടിയാണ്. അവർക്ക് കാരണം ഇവരുടെ ലാഭാധിപൻ ശനിയാണ്. ശനി അവരുടെ തുറച്ച് നിന്ന് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ദോഷമായിരിക്കും. ഇപ്പം 2.5 വർഷത്തേക്ക് ശനി 12-ലാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ 7.5 കണ്ട ശനിക്കും സമയം കൂടി ആയതുകൊണ്ട് നീരാഞ്ജനം വിളക്ക് കത്തിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ഭാഗ്യാധിപനാണ് വ്യാഴം. അശ്വതി ഭരണി കാർത്തികകാലുകാരുടെ ഭാഗ്യാധിപനാണ് ആര്? വ്യാഴം. അത് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക, നീരാഞ്ജനം വിളക്ക് കത്തിക്കുക,
നാഗപ്രീതി വരുത്തുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. അനുകൂലമായിട്ടുള്ള സമയമാണോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനകത്ത് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. അടുത്തതായിട്ട് ഇടവക്കൂറുകളിൽ ആരൊക്കെയാണ് വരുന്നത്? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര വരുന്ന ഇടവക്കൂറുകാർക്ക് അതിവിശേഷപ്പെട്ട ഫലമാണ്. 4 സൈഡിൽ നിന്നും പ്രൊട്ടക്ഷനുള്ള ഒരു സമയമാണ് ഇടവക്കൂറുകാർക്ക്. ഇടവക്കൂറുകാരുടെ യോഗകാരകനായിട്ടുള്ള ശനി ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒന്ന് പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാങ്കിൽ ഞാൻ വേണ്ടത് പറഞ്ഞു തരാം. നമ്മുടെ ജാതകത്തിൽ ഇപ്പം മേടക്കൂറുകാരുടെ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും പേര് നിങ്ങൾ കണക്കൂട്ടിക്കണം. മേടക്കൂറുകാർക്ക് ധനാധിപൻ ആര്? ശുക്രൻ. കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തിൻ്റെ അധിപൻ ബുധൻ. അതുപോലെ തന്നെ ഗൃഹം വാഹനത്തിൻ്റെ അധിപനായിട്ടുള്ളത് ചന്ദ്രൻ. അതുപോലെ തന്നെ മനസ്സ് സന്താന സ്ഥാനത്തിൻ്റെ അധിപൻ സൂര്യൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രു രോഗത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാണ് ബുധൻ, നേരത്തെ പറഞ്ഞ ഈ ആൾ തന്നെ. അടുത്തതായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ധനസ്ഥാനം സഞ്ചരിക്കുകയാണ്. ഈ മേടക്കൂറുകാരുടെ അഷ്ടമാധിപൻ ആയുഷിൻ്റെ അധിപൻ ആരാണ്? ചൊവ്വയാണ്. നിങ്ങൾക്ക് ഭാഗ്യാധിപൻ ആരാണ്? വ്യാഴമാണ്. കർമാധിപൻ ആരാണ്? ശനിയാണ്. ലാഭാധിപൻ ആരാണ്? ശനിയാണ്. നഷ്ടാധിപൻ ആരാണ്? വ്യാഴമാണ്. അങ്ങനെ ഓരോരുത്തരും മനസ്സിൽ കണക്കൂട്ടിക്കൊള്ളുക. അതിനറിയണമെങ്കിൽ പെട്ടെന്ന് കണക്കൂട്ടാൻ വേണ്ടി പറയാം. ഇവിടെ മേടത്തിന്റെ അധിപൻ എപ്പോഴും ചൊവ്വയാണ്. ചൊവ്വ. ഇടവത്തിന്റെ ശുക്രൻ അധിപൻ, ഇതിന്റെ ഉടയൻ, ഇതിന്റെ അധിപൻ ബുധൻ, ഇതിന്റെ അധിപൻ ചന്ദ്രൻ, ഇതിന്റെ അധിപൻ സൂര്യൻ, ഇതിന്റെ അധിപൻ ബുധൻ, ഇതിന്റെ അധിപൻ ശുക്രൻ, ഇതിന്റെ അധിപൻ ചൊവ്വ, ഇതിന്റെ അധിപൻ വ്യാഴം, ഇതിന്റെ അധിപൻ ശനി. ശനിക്ക് 2 എണ്ണമുണ്ട്, ഇതും ശനിയുടെയാണ്. ഇത് വ്യാഴം. എളുപ്പമേ ഉള്ളൂ, മനസ്സിലാക്കാൻ വെറും നിസ്സാര കാര്യമുള്ളൂ. 2 വീട് വ്യാഴത്തിന്, 2 വീട് ചൊവ്വയ്ക്ക്, 2 വീട് ശുക്രന്, 2 വീട് ബുധന്. ഇത് ചന്ദ്രൻ്റെയും ഇത് സൂര്യൻ്റെയും. നമ്മൾ ജ്യോതിശാസ്ത്രം പഠിപ്പിക്കുമ്പം പറയാറുണ്ട്, സൂര്യൻ്റെ 5 വീടുകളായിട്ടുള്ളത് ബുധനും കൊടുത്തു, ശുക്രനും കൊടുത്തു, ചൊവ്വയ്ക്കും കൊടുത്ത്, വ്യാഴത്തിനും കൊടുത്ത്, ശനിക്കും കൊടുത്തു. 1, 2, 3, 4, 5 വീടുള്ളതിൽ അച്ഛൻ, ഇത് അച്ഛനാണെന്ന് വിചാരിക്കണം എന്ന് പറയും. സൂര്യൻ അച്ഛനും ചന്ദ്രൻ അമ്മയാണെന്ന് പറയും ജ്യോതിഷത്തിന്. അച്ഛൻ്റെ കയ്യിൽ 5 വീടുണ്ടായിരുന്നു. 5 വീട് ബുധനും ശുക്രനും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ശനിക്കുമായിട്ട് വീതിച്ചു കൊടുത്തു. ചന്ദ്രൻ്റെ കയ്യിലും 5 വീടുണ്ടായിരുന്നു. അത് നേരത്തെ അതേപോലെ തന്നെ ബുധനും ശുക്രനും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ശനിക്കുമായിട്ട് വീട്. അതുകൊണ്ടാണ് ശനിക്ക് 2 വീട് വന്നത്. ഇവർക്കും 2 വീടുണ്ട്. ഇവിടെയാണെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ. അപ്പോൾ ഇനി ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരുന്നാൽ ഈ ജ്യോതിഷം മുഴുവൻ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പഠിച്ചാൽ ഏറ്റവും എളുപ്പവും രസകരവുമായ ഒരു സംഗതിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രഹസഞ്ചാരം കൊണ്ട് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പം നമുക്ക് കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾ ജ്യോതിഷപരമായിട്ട് ചോദിച്ചാൽ ഉടൻ തന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. എന്നെ വിളിക്കുന്ന പല ആളുകൾക്കും ഇല്ലാത്തതും ക്ഷമയാണ്. അങ്ങനെ ഒരുപാട് പേരുമായിട്ട് ജ്യോതിഷം നോക്കാൻ തുടങ്ങിയതിന് ശേഷം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. കാരണം ഒരു ദിവസം 100-200 പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ രക്ഷപ്പെടുമോ? ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി അവർക്ക് കൊടുക്കാൻ പറ്റും? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. ഇങ്ങനെ അയച്ചവരായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കല്യാണം മുടങ്ങി നിൽക്കുവാണ്, കല്യാണം വല്ലതും നടക്കുമോ? ഇത് പരിശോധിക്കണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും എല്ലാം വെച്ചിട്ട് കണക്ക് കൂട്ടി ദശാപഹാരം, നവാംശവും ഭാവത്തിന്റെ ഫലങ്ങളും ഒക്കെ കണ്ടിട്ട് വേണം. 7ാം ഭാവാധിപൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ അത് പറയാൻ. അപ്പം ഇങ്ങനെ ചോദ്യം ചോദിച്ചതിന് ശേഷം നമ്മൾ റിപ്ലൈ ഇടാതെ റിപ്ലൈ പ്ലീസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും അയച്ചു തന്നിട്ട് എനിക്ക് എൻ്റെ ജാതകം വിശദമായിട്ട് നോക്കി പറഞ്ഞു തരണം എന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. എൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ കിട്ടിയിരിക്കും. നിങ്ങളത് അയക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് ഒന്നും സമയമില്ല. ഡെയിലി 100 മെസ്സേജ് വരുന്നുണ്ട്. 5-6 പേരുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽപ്പുണ്ട് ഒരുപാട് പേര്. അവർക്ക് നോക്കി കൊടുക്കുക. നമ്മൾ വലിയ ആളായെന്ന് പറയുകയല്ല, എന്ത് ചെയ്യാനൊക്കെ ഒരുപാട് പേര് അയച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പലരും 3 ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുക, 4 ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുക എന്നിട്ട് അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ താമസങ്ങൾ വരുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടവക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞു 2 സൈഡിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉള്ള സമയമാണ്. ധനസ്ഥാനത്ത് വ്യാഴമുണ്ട്. അപ്പോൾ ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, ധനപുരോഗതി, ഐശ്വര്യം ഉണ്ടാവുക. കുടുംബസ്ഥാനത്ത് സൂര്യനും ബുധനും സഞ്ചരിക്കുന്നുണ്ട്. കുടുംബ സൗഖ്യം ഉണ്ടാവുക, ഗൃഹസംബന്ധമായിട്ടുള്ള ഗുണം ഉണ്ടാവുക, കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടുക, വസ്ത്രാഭരണ ലാഭം ഉണ്ടാവുക, സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇടവക്കൂറുകാർക്ക്. നിങ്ങൾക്ക് ശനി ലാഭസ്ഥാനത്തും കർമ്മസ്ഥാനത്ത് രാഹു നിങ്ങൾക്ക് 4ാം ഭാവം ഗൃഹസ്ഥാനത്ത് ചൊവ്വയും കേതും കൂടെ നിൽക്കുന്ന സമയമാണ്.
വീട്ടിൽ ഇച്ചിരി അടിയും വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും രോഗാഷ്ഠതകളും ധനനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനും ഒക്കെയുള്ള ആപത്തുകളും ഒക്കെ ഉണ്ടാകാനുള്ള സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. എങ്കിലും വീട്ടിൽ ഇച്ചിരി ശാന്തി സമാധാന ഐശ്വര്യക്കുറവുണ്ടാവും. ജോലി സ്ഥലത്ത് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും വിട്ടൊഴിഞ്ഞ് മാറാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് നാരങ്ങാമാല ചാർത്തി വഴിപാട് നടത്തി ഗണപതി ഹോമം നടത്തിയിട്ട് നാഗപ്രീതിക്കുള്ള വഴിപാട് ചെയ്താൽ മതി. നിങ്ങളുടെ ഇടവക്കൂറുകാരുടെ സർവ്വ പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ നിന്ന് നീങ്ങി പോകുക തന്നെ ചെയ്യും. അടുത്തായിട്ട് മിഥുനക്കൂറുകാരുടെ ഫലം നമ്മൾ പറയുന്നത്, മിഥുനക്കൂറുകാർക്ക് പ്രധാനമായിട്ട് വ്യാഴം ധനസ്ഥാനത്ത് സ്വന്തം ജന്മസ്ഥാനത്ത് നിൽക്കുന്നത് വളരെയധികം നല്ലതാണെന്നും നിങ്ങൾക്ക് കേന്ദ്രാധിപത്യ ദോഷം എന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എങ്കിലും വ്യാഴം നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ എപ്പോഴും വ്യാഴപ്രീതി വരുത്തുക, വിഷ്ണു ഭഗവാനെ വിളിക്കുക, നാരായണ നാമം ജപിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങൾക്ക് വ്യാഴം 7ാം ഭാവാധിപത്യനും അതുപോലെ തന്നെ കർമാധിപനും കൂടിയാണ്. ആര്? മിഥുനക്കൂറുകാർക്ക് വ്യാഴം ഭാര്യയുടെയും ഐശ്വര്യത്തിൻ്റെയും അധിപനായിട്ടുള്ളതും കർമ്മത്തിൻ്റെയും തൊഴിലിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴമാണ് മിഥുനക്കൂറിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആരൊക്കെയുള്ളത്? മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാല് വരുന്ന ഈ നക്ഷത്രക്കാർക്കുടെ ജീവിതകാലം മുഴുവൻ എഴുതി വെക്കേണ്ട ഒരേ ഒരു ഗ്രഹമാണ് വ്യാഴം. നിങ്ങളുടെ കർമ്മത്തിൻ്റെയും തൊഴിലിൻ്റെയും അധിപനാണ് വ്യാഴം. നിങ്ങളുടെ ഭാര്യയുടെയും ഐശ്വര്യത്തിൻ്റെയും അധിപനാണ് വ്യാഴം. വ്യാഴപ്രീതി വരുത്തി പ്രാർത്ഥിക്കുക, സുദർശന ഹോമം ചെയ്യുക, അതുപോലെ തന്നെ മഹാസുദർശന യന്ത്രം തകിടൊക്കെ എഴുതി ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ എന്ന് പറയുന്ന മന്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രം കൊണ്ട് നിങ്ങൾ തകിടൊക്കെ എഴുതി ദേഹത്ത് ധരിക്കുക. മാസത്തിലൊരു സുദർശന ഹോമം നടത്തുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാര്യാസമേതനായി പോയി ദർശനം നടത്തിയിട്ട് മുല്ലപ്പൂ മാല ചാർത്തിക്കൊണ്ട് പൂജ കഴിഞ്ഞിട്ട് കുറച്ച് മുല്ലപ്പൂ തിരികെ വാങ്ങിയിട്ട് ഭാര്യയ്ക്കൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീജനങ്ങളായിട്ടുള്ളവർക്ക് കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തി കഴിഞ്ഞാൽ, അവർക്ക് സ്ത്രീജനങ്ങൾ വെച്ചാൽ സഹോദരിമാർക്കും അമ്മമാർക്കും ഒക്കെ കൊടുക്കുക, അല്ലാതെ വേറെ കൊണ്ട് കൊടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കരുത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യപ്രദമായിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് മിഥുനക്കൂറുകാർ. അപ്പം ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. കർക്കിടകക്കൂറുകാരുടെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ചിങ്ങക്കൂറുകൾ വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഈ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വയും കേതുവും നിങ്ങൾക്ക് ജന്മത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ചൊവ്വ നിങ്ങൾക്ക് വളരെയധികം നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ചൊവ്വയെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ചിങ്ങക്കൂറിൽ ആരൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ എഴുതി വെക്കുക. കർക്കിടകക്കൂറുകാരും എഴുതി വെക്കുക, ചിങ്ങക്കൂറുകാരും എഴുതി വെക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം കർക്കിടകക്കൂറുകാരുടെ ആദ്യം പറയാം. സന്താനത്തിൻ്റെയും മനസ്സിൻ്റെയും അധിപനായിട്ടുള്ള മനഃശാന്തി ഉണ്ടാകുന്നതിനും നിങ്ങളുടെ സന്താനങ്ങൾ മേൽഗതിക്ക് വരാനും നിങ്ങൾക്ക് കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിനും തൊഴിൽ പുരോഗതിക്കൊക്കെ ഉള്ളൊരു ആളാണ് ചൊവ്വ. അറിയാതെ പോകരുത്. ചൊവ്വ നിങ്ങൾക്ക് ആരാണ്? കർക്കിടകക്കൂറുകാർക്ക് നിങ്ങൾക്ക് സുബ്രഹ്മണ്യനാണ് എന്ന് മനസ്സിലാക്കുക. കർക്കിടകക്കൂറുകാർക്കാണേ പറയുന്നത്. പുണർത്തത്തിൽ കാല് ഭൂയോ ആയില്യം വരുന്നവർക്ക് സുബ്രഹ്മണ്യനാണ് നിങ്ങളുടെ തൊഴിലിൻ്റെ അധിപൻ. അപ്പം നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് ഇരുന്ന് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ ജ്യോതിഷരെ വിളിക്കേണ്ട കാര്യമില്ല. തൊഴിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഉടൻ തന്നെ ഒരു നാരങ്ങാമാല അങ്ങ് ചാർത്തിയിട്ടിട്ട് പഞ്ചാമൃത അഭിഷേകം നടത്തിയിട്ട് ഒരു കരിക്കോ പാലോ കൊണ്ട് അഭിഷേകമൊക്കെ നടത്തി ഓം വജത്ഭവേ നമഃ എന്നൊരു 108 തവണ വീതം രാവിലെ അങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞു. ക്ലീൻ. തൊഴിൽ പ്രശ്നം മാറി കിട്ടി. ജ്യോത്സ്യന് കൊടുക്കാനുള്ള 1000 രൂപ പോക്കറ്റ് ഇരുന്നു. എന്നെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചാർജൊക്കെ ഇച്ചിരി കൂടുതലൊക്കെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് മേടിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തരുന്നുമില്ല. ശമ്പളം ഞാൻ അവിടെ നിന്ന് ചിരിക്കുന്നു. അപ്പം ശമ്പളം മാത്രമേ തരുന്നുള്ളൂ. നമ്മുടെ പേരിൽ ജ്യോതിഷം നോക്കാനൊക്കെ ദക്ഷിണ അവിടെ കൂടുതലായിട്ട് വാങ്ങുന്നതായിട്ടൊക്കെ അറിവുണ്ട്. ഞാൻ അതിനകത്ത് പങ്കാളിയല്ല. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, എന്നെ വിളിക്കേണ്ട കാര്യമില്ല, വെറുതെ കാശ് കളയണ്ട. അപ്പം ജ്യോതിഷം നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പം ചൊവ്വ നിങ്ങൾക്ക് അനുകൂല ഗ്രഹമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരു കുടുംബം പോലാണല്ലോ ഇപ്പോൾ. എന്നും നമ്മുടെ വാക്കുകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഈ തമാശകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നിങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമൊന്നും എന്നോട് പറയരുത്. അപ്പം ചിങ്ങക്കൂറുകാർക്കും ആരാണ്? നിങ്ങളുടെ 4ാം ഭാവത്തിൻ്റെ അധിപനും ഭാഗ്യത്തിൻ്റെ അധിപനാണ് ചൊവ്വ. ഭാഗ്യത്തിൻ്റെ അധിപൻ, ഭാഗ്യം കൊണ്ടുവരുന്ന ആളാണ് നിങ്ങൾക്ക്. പക്ഷേ ചൊവ്വ ഭദ്രകാളിയാണ്. ചൊവ്വ ഭദ്രകാളിയായിട്ടാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. അപ്പം ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക, ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക, ചുമന്ന കുങ്കുമം മേടിച്ച് സമർപ്പിക്കുക, ചുമന്ന കടുംതെറ്റിപ്പൂവിൻ്റെ മാല സമർപ്പിക്കുക, ചുമന്ന പട്ട് ഹാരം ചാർത്തുക, ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ കരിക്ക് പാല് കൊണ്ട് അഭിഷേകം നടത്തി നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക, കടുംപായസം നിവേദിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മദോഷം വിട്ടൊഴിഞ്ഞ് മാറും, ഭാഗ്യക്കേടും വിട്ടൊഴിഞ്ഞ് മാറും, നിങ്ങളുടെ ഗൃഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും, വീട്ടിൽ ശാന്തി സമാധാന ഐശ്വര്യം ഉണ്ടാകും. നിങ്ങൾക്ക് ചൊവ്വ അനുകൂല സ്ഥാനത്തേക്കാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പറയാൻ നിന്ന് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ എടുക്കും. നിങ്ങൾക്ക് ഇടവക്കൂറുകാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും
ജാതകപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഗൃഹപരമായിട്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്താവിന് എള്ളുപായസ നിവേദ്യം നടത്തി നീലാഞ്ജനം വിളക്ക് കത്തിച്ചുകൊണ്ട് ശംഖുപുഷ്പത്തിന്റെ മാല ചാർത്തിക്കൊണ്ട് നെയ്യൊഴിച്ച് വിളക്കോ കരിക്കുകൊണ്ട് അഭിഷേകം പാലഭിഷേകം ഒക്കെ ചെയ്ത് വെളുപ്പിനെ പോയി ചെയ്യിക്കണം. ഇതൊക്കെ പോയി ചെയ്യിച്ച് നീലാഞ്ജനം വിളക്കും ഒക്കെ കത്തിച്ച് നിങ്ങൾ അവിടെ ഒരു ചോറും ഒക്കെ വാങ്ങിച്ച് നിവേദ്യമൊക്കെ നടത്തിച്ചിട്ട് നിങ്ങളത് വ്രതശുദ്ധിയോടുകൂടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും, നേരത്തെ ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരാൾ ശാസ്താവിന് പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, കുങ്കുമാർച്ചന, വെണ്ണ നിവേദ്യം, അതുപോലെ തന്നെയുള്ള കതിരിപ്പഴ നിവേദ്യങ്ങളൊക്കെ ചാർത്തി വടമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിച്ച് ഹനുമാൻ സ്വാമിയുടെ ഗായത്രി മന്ത്രമൊക്കെ ജപിച്ചാൽ ഇടവക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ഒരുപോലെ തന്നെ ശാസ്താവിനെയും ഹനുമാനെയും ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 101% ഐശ്വര്യപ്രദമായിരിക്കും. അതുപോലെയാണ് മകരക്കൂറുകാരും കുംഭക്കൂറുകാരും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് നിങ്ങൾ വഴിപാടുകൾ നടത്തുക. മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ ഒരുപാടില്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയ ലക്ഷ്മി ദേവിയെ തൊഴുന്നതിന് തുല്യമാണ്. കാരണം വിഷ്ണു എവിടെ ഉണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. വിഷ്ണു ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സർവ്വ ഐശ്വര്യമാണ്. അപ്പം വിഷ്ണു ഉള്ളിടത്തേ ലക്ഷ്മി ഉള്ളൂ, ലക്ഷ്മി ഉള്ളിടത്തേ വിഷ്ണു ഉള്ളൂ എന്ന് പറയും. അപ്പം അങ്ങനെ തന്നെ നമ്മൾ പറയുന്നത്. എന്നെ വിളിച്ച് ഒരുപാട് പേര് ഫോണിൽ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ജ്യോതിഷം നോക്കണമെങ്കിൽ, എനിക്ക് ജ്യോതിഷം വിശദമായി നോക്കണം, ഉടനെ ഫോൺ വിളിച്ച്. നമ്മൾ അമ്പലത്തിൽ ഇരുന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ഫോൺ വിളിക്കും. ഇവിടെ ആരെങ്കിലും കവടി നിരത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ ഫോൺ വിളിക്കും. എന്നിട്ട് പറയുന്ന ആദ്യത്തെ വാക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്, ദുഃഖമാണ്, കയ്യിലിരുന്ന കാശെല്ലാം പോയി. അങ്ങനെ ആദ്യം പറഞ്ഞൊരു ദാരിദ്ര്യം പറയാൻ തുടങ്ങി. ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ ലക്ഷ്മിയില്ല, ദേവിയില്ല, ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ കൂടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്മിയും വിഷ്ണുവും നിങ്ങളുടെ കൂടെ ഇല്ലയോ, ക്ലീൻ പണിപാളി. അപ്പം ലക്ഷ്മി ദേവി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് കാര്യം നടക്കത്തുള്ളൂ. കാരണം ഉള്ളതിൽ നിന്നേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഈ ദാരിദ്ര്യം നമ്മുടെ വായിൽ നിന്ന് കളയുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ കാര്യമാണ്. എങ്കിലും നമുക്ക് അങ്ങോട്ട് വരാം. ഈ കാര്യം നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വിശേഷപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കേൾക്കാനുള്ള ആളുകളുണ്ട്. പക്ഷെ അപ്പം നിങ്ങൾ ഈ നക്ഷത്രക്കാരുള്ളവർ അറിയോ, ഇയാൾ കുറേ നേരമായിട്ട് ഇരയ്ക്കുവാന്ന് പറയരുത്. നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് വിഷ്ണു ക്ഷേത്ര വഴിപാടൊക്കെ നടത്തി താമരമൊട്ടൊക്കെ കൊണ്ട് ശ്രീസൂക്ത വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും. അപ്പം ഇത്രയും പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതുപോലെ ഓരോരുത്തരുടെയും ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പം നിങ്ങൾ മകം പൂര ഉത്തരത്തിൽ കാലുകാർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള സൂര്യൻ 12 നിൽക്കുന്നത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന മകം പൂര ഉത്തരത്തിൽ കാലുകാർക്ക് ഈ ഒരു മാസം, വരാൻ പോകുന്ന കർക്കിടക മാസം വളരെയധികം ശോഭനമായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടാവുകയും തൊഴിൽ പുരോഗതി ഉണ്ടാവുകയും സർവ്വ ഐശ്വര്യം ഉണ്ടാവുകയും തൊഴിൽ മാറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജാതകപ്രകാരം ലാഭസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ സ്ഥിതി എന്നുള്ളത് കൊണ്ടും ശുക്രൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ടില്ല. ദോഷമായിട്ട് കാണുന്നത് ആരാണ്? കേതു നിങ്ങളുടെ കൂടെ ഉണ്ട്, രാഹു നിങ്ങളുടെ കൂടെയുണ്ട്. കേതുവിൻ്റെ ദോഷങ്ങൾ മാറാൻ ഗണപതി ഹോമം ചെയ്ത് ഗണപതിക്ക് കറുകമാല ചാർത്തി, അതുപോലെ തന്നെ വെണ്ണ നെയ്വിളക്ക് കത്തിച്ചുകൊണ്ട് മോദകം വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞു മാറും. ഓം പലാശപുഷ്പസങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം എന്ന് പറയുന്ന മന്ത്രം നിസാരമായി ഞാനിപ്പോൾ ചൊല്ലിയ മന്ത്രം 11 തവണ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ ജപിക്കുക. ഭാര്യാ കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക, എഴുതി വെക്കുക. നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമശനി നടക്കുന്ന സമയമായതുകൊണ്ട് നീലാഞ്ജനം വിളക്ക് മാസത്തിൽ 1 കത്തിച്ചാലും മതി. അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ. അപ്പം ശനി വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് പൊതുവിൽ ഇപ്പോൾ അഷ്ടമശനി അനുഭവിക്കുന്നവർ, കണ്ടകശനി അനുഭവിക്കുന്നവർക്ക് 137 ദിവസത്തേക്ക് ഒരു കാലയളവ് ഇളവ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും. ആരൊക്കെയാണ് ഇപ്പം നിലവിൽ അഷ്ടമശനി അനുഭവിക്കുന്നത്? മകം പൂര ഉത്തരത്തിൽ കാലുകാരാണ്. 7.5 കണ്ടകാല ശനിയുള്ളത് ആരൊക്കെയാണ്? അവിട്ടത്തരയും ചതയും പുരുരുട്ടാതി മുക്കാലുകാർക്കും 7.5 കണ്ടകാല ശനിയാണ്. 7.5 കണ്ടകാല ശനിയും ജന്മശനിയും കണ്ടകശനിയും ഒരുമിച്ചുള്ളത് ആരൊക്കെയാണ്? പുരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ്. 7.5 കണ്ടകാല ശനി മാത്രമായിട്ടുള്ള ആർക്കാണ്? അശ്വതി ഭരണി കാർത്തികകാലുകാർക്കാണ്. പിന്നെ കണ്ടകശനിയുള്ള ആർക്കാണ്? മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലും. പിന്നെ ഉത്തരത്തിൽ മുക്കാലും മൊത്തവും ചിത്തിരേരെയും കന്നിക്കൂറുകാർക്ക്, മൂലം പൂരാട് ഉത്തരത്തിൽ കാലുകാർക്ക് ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഷ്ടമശനി ഉള്ളത് മകം പൂര ഉത്തരത്തിൽ കാലുകാർക്കാണ്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുത്തായിട്ട് കന്നിക്കൂറുകാർക്ക് നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ 12ാം ഭാവാധിപനാണ് ലാഭസ്ഥാനത്തേക്ക് വരുന്നത്. 12ാം ഭാവാധിപൻ നഷ്ടാധിപനാണ്.
പക്ഷേ വിദേശ രാജ്യത്ത് താമസിക്കുന്ന കന്നിക്കൂറുകാർക്കായിട്ടുള്ളവർക്ക് അനുകൂലവുമാണ്. എപ്പോഴും നമുക്ക് മനസ്സിലാക്കണം, നിങ്ങളുടെ ജാതകത്തിൽ 12ാം ഭാവം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ അശ്വതി ഭരണി കാർത്തികകാരനാണെങ്കിൽ നിങ്ങൾക്ക് 12ാം ഭാവാധിപൻ ആരാണ്? വ്യാഴമാണ്. 12ാം ഭാവം ഈ മീനവുമായിരിക്കും. ഇടവ കൂറുകാർക്ക് 12. നിങ്ങൾ വിദേശ രാജ്യത്തായിരുന്നു കാണുന്നതെങ്കിൽ നിങ്ങളുടെ 12ാം ഭാവാധിപനാണ് നിങ്ങളുടെ വിദേശത്ത് നിങ്ങളെ ഗുണപ്പെടുത്തുന്ന ആള്. 12ാം ഭാവത്ത് ദോഷഗ്രഹങ്ങളോ 12ാം ഭാവാധിപൻ ദോഷമായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ ആണ് നിങ്ങൾക്ക് വിഷയങ്ങൾ വരുന്നത്. ഞങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജാതകം അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കുറേ അങ്ങ് പോകും. അപ്പം നിങ്ങൾ ഈ ഫലം കേൾക്കാനിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? ധനപരമായിട്ടുള്ള പ്രശ്നമാണ്, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നമാണ്, മനസ്വസ്ഥത കുറവാണ്, പാഴ്ചെലവുകൾ ഉണ്ടാവുക, രോഗാരിഷ്ടത ഉണ്ടാകുക, ദാമ്പത്യ ദുരിതം ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് ഐശ്വര്യത്തിന്റെ അധിപൻ നിങ്ങളുടെ പങ്കാളിയായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ പങ്കാളി നിങ്ങൾക്ക് നേരെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എത്ര ദോഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര കടങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ധൈര്യം, ആത്മവിശ്വാസം ഉണ്ടാവും. നിങ്ങൾക്ക് അതെല്ലാം വീട്ടിക്കൊള്ളാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനെയൊക്കെ തീർക്കാം എന്നൊരു തോന്നലുണ്ട്. തിരിച്ച് അവരുടെ നമ്മളോട് തിരിഞ്ഞു നിന്നാൽ എന്തായിരിക്കും? നമ്മൾ തളർന്നു പോകും. അപ്പം നമ്മളുടെ ഐശ്വര്യസ്ഥാനമായിട്ട് നിൽക്കുന്ന ആള് കൂടി നമ്മുടെ കൂടെ അനുകൂലമായിട്ട് നിൽക്കണം. അപ്പം ഇതൊക്കെ ജ്യോതിഷപരമായിട്ട് നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഉടനെ ഒരു കാര്യം ചോദിക്കുകയാണ്, എനിക്ക് വിദേശത്ത് പോകാൻ പറ്റുമോ? ഒരു ചോദ്യം ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്താൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഈ ജാതകക്കാരൻ നിങ്ങൾ വിചാരിക്കുകയാണ് ഒരു കന്നിക്കൂറുകാരനാണെന്ന് വിചാരിക്കുക. ഇയാളുടെ ലഗ്നം എവിടെ ഉണ്ടെന്ന് നോക്കും. ഇയാളുടെ ലഗ്നം ചിലപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഇയാളുടെ 12ാം ഭാവാധിപൻ ആരാണ്? ഇയാളുടെ ശുക്രനാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ശുക്രൻ ഇയാളുടെ ജാതകപ്രകാരം ഇവിടെ നിൽക്കുകയാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ പറയും പോകണ്ട, ദോഷമാണ്. ഇവിടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അറിയാൻ തൊക്കത്തില്ലല്ലോ. അയാളുടെ ജാതകപ്രകാരം ലഗ്നാലോ ചന്ദ്രാലോ വന്നിട്ട് ശുക്രൻ നീചഭാവമാണ് ശുക്രന്റെ. അപ്പം ഈ ശുക്രന്റെ മാത്രമല്ല ഓരോ ഗ്രഹങ്ങൾക്കും ഓരോരുത്തരായി. ഇപ്പം പൂര ഉത്തരത്തിക്കാലുകാരനാണ് നമ്മളോട് ചോദിക്കുന്നെങ്കിൽ ചന്ദ്രൻ, ഇവരുടെ ചന്ദ്രനാണ് 12ാം ഭാവാധിപൻ. അപ്പം ചന്ദ്രൻ പോയിട്ട് ഇവർക്ക് ജാതകപ്രകാരം അഷ്ടമത്തിലോ അല്ലെങ്കിൽ 6-ലോ ഒക്കെ ദോഷസ്ഥാനത്തേക്ക് ആ കർത്തഭാവനോട് അനുബന്ധമായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നെങ്കിൽ നമ്മൾ പറയും പോകാം, പക്ഷേ വിശേഷ ഗുണം ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ വിദേശത്ത് നിന്നുകൊണ്ട് ഒരാൾ എന്നെ വിളിക്കുകയാണ്, എനിക്കിവിടെ ഒരു ഉയർച്ച കിട്ടുന്നില്ല, ഒരുപാട് കാലമായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, ഒന്നും മീക്കി വെക്കാൻ പറ്റുന്നില്ല, വീട് വാങ്ങാൻ പറ്റുന്നില്ല, കാറ് വാങ്ങാൻ പറ്റുന്നില്ല, ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല, വരുന്നു കാഴ്ക്കുന്നു ചിലവാകുന്നു, പിന്നെ ക്രെഡിറ്റ് കാർഡിന് ലോൺ എടുക്കുന്നു, അടുത്ത മാസം റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നും ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് എടുക്കുന്നു, ചിലവ് നടത്തുന്നു, കാശ് ശമ്പളം കിട്ടുന്നു, ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കുന്നു. ഇത് തന്നെ സുഖമായിട്ടുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരുന്ന് ചിന്തിക്കുമ്പോൾ ചുമ്മാ ഇരിക്കാൻ സമയം കിട്ടത്തില്ല. കാരണം മറ്റേ ടെൻഷൻ കാരണം അവർക്ക് ചുമ്മാ ഇരിക്കാൻ സമയം കിട്ടും. അഥവാ ചുമ്മാ ഇരിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ അവർ ആലോചിക്കും, ഞാൻ ജനിച്ചത് എന്തിനാ, ഈ കടം വീട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. വെറും നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്താ കാര്യം? തിരുമേനിക്കൊരു 1000 രൂപ ദക്ഷിണ അയച്ചു കൊടുക്കണം, എനിക്കല്ല അമ്പലത്തിലേക്ക്. അവർ നോക്കിയിട്ട് നമ്മളോട് പറയും, ഇന്ന പോലെ ആൾ വിളിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ നോക്കുമ്പോൾ നിസ്സാര കാര്യമുള്ളൂ, ഞങ്ങൾക്ക് 5 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. നിങ്ങളുടെ 12ാം ഭാവാധിപൻ ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇന്ന പോലെ ഒരു വഴിപാട് ചെയ്യും. ആ വഴിപാട് അങ്ങോട്ട് ചെയ്യാൻ ഇവർ തുടങ്ങുമ്പോൾ തന്നെ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വരാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം അവർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല. നമ്മൾ നോക്കുമ്പം നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നമ്മളൊരു വർഷാപ്പിൽ അടുത്തൊരാളോട് അയാൾ ഒരു ഗ്രീസിൻ്റെ പാട്ടായിട്ട് 2 ഞെക്കി അതിനോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഷൂന്ന് പറഞ്ഞ് വണ്ടി അങ്ങ് പോകാൻ തുടങ്ങും. അവർ ചിലപ്പോൾ വണ്ടിക്ക് കാറ്റ് കുറവായിരിക്കും. അപ്പോൾ അത് ഒരു മേശരിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഒന്നുകിൽ എന്തുകൊണ്ടാണ് ഇത് ഓടാത്തതെന്ന്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകം നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ 12ാം ഭാവാധിപനൊക്കെ ദോഷസ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിഷയം ഉണ്ടാകും. അപ്പം കന്നിക്കൂറുകാർക്ക് നിങ്ങളുടെ ജാതകപ്രകാരം 12ാം ഭാവാധിപൻ വന്നിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് അനുകൂല കുറവ് പറയിക്കാൻ പറ്റുന്നൊരു സമയമാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ടിരിക്കുകയാണ്. വ്യാഴം വളരെ കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ബാക്കി ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. കർമ്മസ്ഥാനത്ത് ആൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു ഗ്രഹങ്ങൾക്ക് നിങ്ങൾക്ക് ദോഷം ചെയ്യാനൊക്കെ. ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ശനി 7ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പം ശനിയൊക്കെ 7ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമൊന്നും അല്ല. കണ്ടകശനിയുണ്ട്, പക്ഷേ ശനിക്ക് വേണ്ടിയിട്ടുള്ള പ്രീതികരമായിട്ടുള്ള നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു പോകേണ്ട ഒരു സമയമാണ്. അപ്പം കന്നിക്കൂറുകാർക്ക് വിദേശ രാജ്യങ്ങളുള്ളവർക്കും ഒക്കെ തൊഴിൽപരമായിട്ടുള്ള ഗുണമുള്ള ഒരു സമയമാണെന്നാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് കാണിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വൃശ്ചികക്കൂറുകാരുടെ. നേരത്തെ പറഞ്ഞായിരുന്നോ? ഇല്ല.
വൃശ്ചികക്കൂറുകാരുടെ ജ്യോതിഷ ശാസ്ത്രപരമായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് രാഹു 4-ാം ഭാവത്തിൽ, ശനി 5-ാം ഭാവത്തിൽ, ശുക്രൻ 7-ാം ഭാവത്തിൽ, ഭാര്യ ഐശ്വര്യ സ്ഥാനത്ത്. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കർമാധിപനായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ഭാഗ്യസ്ഥാനത്ത് ബുധന്റെ സഞ്ചാരവും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധനരാജയോഗ സമയമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആർക്ക്? ഈ വൃശ്ചികക്കൂറുകാർക്ക് പ്രതികൂലമായിട്ട് ആരാ നിൽക്കുന്നത്? വൃശ്ചികക്കൂറുകാർക്ക് പ്രതികൂലമായിട്ട് കർമ്മസ്ഥാനത്ത് കേതു പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ രാഹു കുറച്ച് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. വ്യാഴം അഷ്ടമത്തിൽ മറിഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥ നിൽപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് ആനുകൂല്യമായിട്ട് നിങ്ങൾക്ക് ശുക്രഭഗവാൻ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂര്യനും അനുകൂലമായിട്ട് നിൽപ്പുണ്ട്, ബുധനും അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. നിങ്ങളുടെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറാനായിട്ട്, നിങ്ങളുടെ കർമ്മ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യന് വഴിപാടുകൾ ചെയ്യുക, ഗണപതിക്ക് വഴിപാടുകൾ ചെയ്യുക. ഗൃഹത്തിൽ എന്തെങ്കിലും ദോഷമാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഗൃഹപരമായിട്ടുള്ള തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ വീട് നിർമ്മാണ തടസ്സങ്ങളാണ്, വീട്ടിൽ കലഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ നാഗദൈവങ്ങൾക്ക് പ്രീതി വരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുകൾ, അപകടങ്ങൾ, മുറിവുചതവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വിഷ്ണു ഭഗവാന് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മനഃശാന്തി കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉടനെ പോയി തന്നെ നീലാഞ്ജനം വിളക്ക് കത്തിച്ച് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക, ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് പൊതുവിലുള്ള ഫലസിദ്ധി പറയാനാണെങ്കിൽ ഏറ്റവും അനുകൂല സമയമാണ്, ധനരാജയോഗ സമയമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് മറ്റ് ഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് ധനുക്കൂറുകാർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭാഗ്യാധിപൻ അഷ്ടമത്തിലേക്ക് മറിഞ്ഞാൻ പോവാണ് ധനുക്കൂറുകാർക്ക്. അപ്പോൾ ധനുക്കൂറുകാർക്ക് ഭാഗ്യാധിപൻ മാത്രമേ മറയുന്നുള്ളൂ. പക്ഷേ എങ്കിലും സൂര്യൻ്റെ, വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഭയങ്കര ശക്തമായിട്ട് നിൽക്കുകയാണ് ധനുക്കൂറുകാർക്ക്. ധനുവിലാരൊക്കെ വരുന്നത്? മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്ക് ആരൊക്കെ എവിടുന്നൊക്കെ ഒളിയം പെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ രക്ഷകൻ ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങളുടെ ഈ ചന്ദ്രൻ ഇവിടെ വരുന്നവർക്ക് ചന്ദ്ര ലഗ്നാധിപനും കൂടിയാണ് ആര്? വ്യാഴം. അത് കർമാധിപനും കൂടിയാണ് ആര്? വ്യാഴം. വ്യാഴം അനുകൂല സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. കർമ്മപുരോഗതി ഉണ്ടാവുക, സർവ്വ ഐശ്വര്യം ഉണ്ടാവുക, ധനരാജയോഗം ഉണ്ടാവുക, ഭാഗ്യയോഗം ഉണ്ടാവുക, കുബേരയോഗം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുള്ള യോഗ സമയമാണ്. കണ്ടകശനിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് കേതുവിൻ്റെ സഞ്ചാരമുണ്ട്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് ഗണപതിക്ക് ഭാഗ്യസൂക്ത മന്ത്ര അർച്ചനകൾ നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് മാറുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ധനുക്കൂറുകാർക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് കണ്ടകശനിയുണ്ട്. ശുക്രൻ മാറി വരാൻ പോവുകയാണ്. ശുക്രൻ്റെ ഒരു ആനുകൂല്യം ഉടനെ തന്നെ വരാൻ പോവുകയാണ്. എന്നാൽ ശുക്രൻ മാറുന്നത് ജൂലൈ മാസം 26-ാം തീയതി ശുക്രൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ലക്ഷ്മി മഹാലക്ഷ്മി യോഗം വരാൻ പോകുന്ന ഒരു കൂറുകാരും കൂടിയാണ് മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർ. നിങ്ങൾക്ക് നിലവിൽ അഷ്ടമത്തിലാണ് ബുധശുക്രന്മാരുള്ളത്, നല്ലതല്ല. അതുപോലെ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. ധനുക്കൂറുകാർക്ക് നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളത് കേതുവും രാഹുവും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശനി നീലാഞ്ജനം വിളക്ക് കത്തിച്ച് ശനിയെ പ്രീതിപ്പെടുത്തുക. അടുത്തായിട്ട് കുംഭക്കൂറുകാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യാഴത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ദൃഷ്ടി പതിഞ്ഞു കിടക്കുന്ന ഒരു കൂറുകാരാണ് ആരൊക്കെ? കുംഭക്കൂറുകാർ, തുലാക്കൂറുകാർ, മിഥുനക്കൂറുകാർ. ഏറ്റവും കൂടുതൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ നിലവിൽ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂറുകാരാണ്. 3 കൂറുകാരാണ് ത്രികോണഭാവത്തിൽ നിന്നുകൊണ്ട് കുംഭം, തുലാം, മിഥുനം. അപ്പം നിങ്ങളുടെ ജന്മത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ഉണ്ടെന്നും 7-ാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള കളത്ര ഐശ്വര്യത്തിൻ്റെ അധിപനായിട്ടുള്ള ആൾ 6-ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇച്ചിരി കൂടാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്ന ഒരു സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. ഭാര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹാദിപങ്ങളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇച്ചിരി ദുരിതത്തിൽ പോകുന്ന സമയമാണ്. എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെയധികം ഗുണമായിട്ട് നിൽക്കുക. ചന്ദ്ര ലഗ്നാധിപൻ തന്നെയാണ് ശനി. അതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് വലുതായിട്ട് ശനിദോഷം ബാധിക്കാത്ത നക്ഷത്രക്കാരൊക്കെയാണ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. മകേരത്തിൻ്റെ അരേ, കാർത്തിക മുക്കാല്, രോഹിണി മകേരത്തര വരുന്ന ഇടവക്കൂറുകാരും, ചിത്തിരയരയും ജ്യോതിയും വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാരും, ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തരവി വരുന്ന മകരക്കൂറുകാരും, അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്കും ശനി വലുതായിട്ട് ബാധിക്കാത്ത ഒരു നക്ഷത്രക്കാരാണ് ഇത്രയും നക്ഷത്രക്കാർ. അപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ട് ശനി ധനസ്ഥാനത്ത് ഇപ്പോൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊന്നും പ്രശ്നമില്ലാത്തൊരു സമയമാണ്. 7-2 കാല ശനി എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ അതില്ല. എന്ന് വെച്ചാൽ ശനി ഇവിടെ ഉണ്ട്, 7-2 കാല ശനിയാണോ എന്ന് ചോദിച്ചാൽ ഞാനും ഉണ്ടെന്ന് പറയും. പക്ഷെ ശനിയുടെ ദോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷം ഇല്ലെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി അങ്ങനെയാണ് നിങ്ങളുടെ ജാതകപ്രകാരം പറയുന്നത്. അപ്പോൾ ശനി ധനസ്ഥാനത്തേക്കുക, ശുക്രൻ 4-ാം ഭാവം ഗൃഹം വാഹന സ്ഥാനത്തേക്കുക, 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്, 7-ാം ഭാവത്തിൽ ചൊവ്വ കേതു നിൽക്കുകയാണ്, അതുപോലെ തന്നെ ബുധനും ശുക്രനും മറിഞ്ഞിരിക്കുകയാണ്. അപ്പം ദോഷസ്ഥാനത്ത് നിൽക്കുന്ന
രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നാഗപ്രീതി വരുത്തുക, അതുപോലെ തന്നെ സുബ്രഹ്മണ്യന് വഴിപാടുകൾ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, സൂര്യന് ദോഷം ഇതിലോട്ട് വന്നതുകൊണ്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ഒരു കർക്കിടക മാസം തീരുന്നവരെ 30 ദിവസത്തേക്ക് ശിവക്ഷേത്ര ദർശനം നടത്തിയ ഒരു ജലധാര, നെയ്യൊഴിച്ച് വിളക്ക്, രുദ്രസൂക്ത മന്ത്ര അർച്ചന അല്ലെങ്കിൽ രുദ്ര ഗായത്രി മന്ത്രാർച്ചന, ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത് എന്ന് പറയുന്ന രുദ്രഗായത്രി മന്ത്രം ജപിക്കുക. എന്നിട്ട് വഴിപാടുകൾ നടത്തുക. കൂവളമാല കൊണ്ട് വഴിപാടുകളൊക്കെ ചെയ്ത്, കൂവളത്തിൻ്റെ ഇല കൊണ്ട് പുഷ്പാഞ്ജലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറും. അടുത്തതായിട്ട് മീനക്കൂറുകാർ ഫലം പറയുന്നു. മിഥുനക്കൂറുകാരുടെ ഫലം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ എന്നോട് പറയും കൂറിൻ്റെ ഫലം പറഞ്ഞിട്ടില്ല. എങ്ങനെ അവർ കാണുന്നതെന്നൊക്കെ അറിയാമോ? നമ്മളിപ്പോൾ കർക്കിടകത്തിൻ്റെ പറഞ്ഞിട്ട് നേരെ തുലാത്തിലോട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര രാശികളിലൂടെ ഫലം പറഞ്ഞു പോകണം. ഇപ്പം ഞാൻ മേടത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്തത് കർക്കിടകത്തിലേ പറയാനൊക്കത്തുള്ളൂ. കർക്കിടകത്തിൽ പറഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ പറയും തുലാത്തിലേ പറയത്തുള്ളൂ. തുലാത്തിൽ പറഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മകരത്തിലായിരിക്കും. ഇനി ഇവിടെ തുടങ്ങുന്നതെങ്കിൽ ഇങ്ങനെ പറയത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ എൻ്റെ വീഡിയോസുകൾ കാണാവുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഫലം പറയാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ മീനക്കൂറുകാരുടെ ജ്യോതിശാസ്ത്രപരമായിട്ട് നമുക്ക് ചന്ദ്രനിവിടെ കൂട്ടണ്ട, ശനി ജന്മത്തിൽ സഞ്ചരിക്കുകയാണ്. ശനി വക്രത്തിൽ വന്നതുകൊണ്ട് മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഒരു പ്രത്യേക അനുകൂല്യമായിട്ടുള്ളൊരു സമയമാണ്. എവിടുന്നൊക്കെ കാശ് വരുമെന്ന് പറയാനൊക്കത്തില്ല. അതുകൂടാതെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. ദുരിതങ്ങളായിട്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. പക്ഷെ ദേഹത്തിന് കുറച്ച് അലച്ചിലുകളും വിഷമതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. കാരണം 6ാം ഭാവത്തിൽ കേതുവും ചൊവ്വയും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. നിങ്ങളുടെ ചൊവ്വയെ നമ്മൾ ഒരിക്കലും മീനക്കൂറുകാർക്ക് ദോഷം പറയത്തില്ല. നിങ്ങളുടെ ധനത്തിൻ്റെ അധിപനും ഭാഗ്യത്തിൻ്റെ അധിപനും ആരാണ് ചോദിച്ചാൽ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ നിങ്ങൾക്ക് ആരായിട്ട് വരും? ഭാഗ്യത്തിൻ്റെ അധിപതിയായിട്ട് ഭദ്രകാളിയായിട്ട് വരും, ധനത്തിൻ്റെ അധിപതിയായിട്ട് സുബ്രഹ്മണ്യനുമായിട്ട് വരും. നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം മീനക്കൂറുകാർക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ സുബ്രഹ്മണ്യനെ പിടിച്ചുകൊള്ളുക, സുബ്രഹ്മണ്യനെ പൂജ ചെയ്യുക, അതുപോലെ തന്നെ ഭദ്രകാളി ദേവിക്ക് പൂജ ചെയ്യുക. എൻ്റെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിലും എൻ്റെ പൂജ കാണുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്ന പൂജകളൊക്കെ കാണുന്നവരുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ പ്രധാനമായിട്ട് ഭദ്രകാളി ദേവിക്കാവും ഞാൻ കൂടുതലായിട്ട് പൂജ ചെയ്യുന്നത്. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഭദ്രകാളി ദേവിക്ക് കുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ചെയ്യുന്ന നമുക്കൂടെ കിട്ടുമല്ലോ അതിൻ്റെ ഒരു പങ്ക്. ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നെ കാളിപ്രചോദയാത്. ഇപ്പോൾ 200 പേര് പേരയക്കുന്നുണ്ടെങ്കിൽ 200 പേരുടെ പേരിൽ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കലി എന്തായി രുദ്രഗായത്രി ചൊല്ലിക്കഴിഞ്ഞു. അപ്പം ഭാഗ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണം അവിടെ കാണും. അപ്പം നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്തിനാണ് ഈ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ 1 ലക്ഷത്തിൽ പരം ആളുകൾ കണ്ടു കഴിഞ്ഞു. കുറച്ച് ദിവസമായതേ ഇട്ടിട്ടുള്ളൂ. അന്ന് 3000 സബ്സ്ക്രൈബറും വന്നു, 1 ലക്ഷം പേര് ആ വീഡിയോ കാണുകയും ചെയ്തു. ഇത് കള്ളത്തരമല്ലല്ലോ, സത്യമല്ലേ, നിങ്ങളുടെ മുമ്പിൽ തെളിവുണ്ടല്ലോ. അപ്പോൾ ഈ പറയുമ്പോൾ ഒരു ആധികാരികമായിട്ടും ഒരു വസ്തുനിഷ്ഠമായിട്ടും കാര്യങ്ങൾ പറയുന്നു എന്ന ഒരു ഭാവം നിങ്ങൾക്ക് വരണമല്ലോ. ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്കത് വരണം, എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് കാണാനും തോന്നത്തുള്ളൂ. അപ്പം മീനക്കൂറുകാർക്ക് ആരാണ് ഭാഗ്യാധിപൻ? ധനാധിപൻ ആരാണ്? ചൊവ്വ. ഭാഗ്യാധിപൻ ആരാണ്? ചൊവ്വ. ധനാധിപൻ സുബ്രഹ്മണ്യൻ, ഭാഗ്യാധിപൻ ഭദ്രകാളി. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയറായി. ഇത് ഭാഗ്യാധിപനും ധനാധിപനും എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം വരും. അപ്പം നിങ്ങൾക്ക് അതിവിശേഷപ്പെട്ട ധനയോഗം, മഹാഭാഗ്യം, ധനരാജയോഗം, സർവ്വ ഐശ്വര്യം, സർവ്വഭാഗ്യം, സർവ്വ തൊഴിൽ യോഗം, വിദേശയാത്രാ ഗമനം, സർവ്വ ഐശ്വര്യം, തൊഴിൽ പുരോഗതി, രാഷ്ട്രീയപരമായിട്ടുള്ള പുരോഗതി, ഇതെല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾ മറ്റാരുടെങ്കിലും ചാനലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മീനക്കൂറുകാർ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയം ഉണ്ടാകും. മറ്റൊരാൾ മോശക്കാരായിട്ട് പറയുകയല്ല, പക്ഷേ നിങ്ങളുടെ അനുഭവം നിങ്ങൾ എടുത്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ദുരിതമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ദുരിതം ഉണ്ടാകുവാണെങ്കിൽ എന്താ കാര്യം? 6ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് 12ാം ഭാവത്തിൽ രാഹു നിൽപ്പുണ്ട്. കാശ് കുറേ വഴിക്കൂടെ പാഴ്ചിലവായി പോവും, രോഗവും വരും. അപ്പം അവർ പറയുമ്പം മറ്റേയാൾ പറഞ്ഞതാണല്ലോ ശരിയെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഹേതുവില്ലാത്ത ചില പ്രശ്നങ്ങൾ വരിക, ശത്രുദോഷങ്ങൾ വരിക, അപകടങ്ങൾ ഉണ്ടാവുക, രോഗാഷ്ഠതകൾ ഉണ്ടാകുക, മനക്ലേശം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത് തെറ്റാണെന്നും മറ്റൊരാൾ ദോഷം പറഞ്ഞിട്ടുള്ള വീഡിയോ കേൾക്കുകയാണെങ്കിൽ അത് ശരിയാണെന്നും തോന്നും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽപ്പുണ്ട് ഗ്രഹങ്ങൾ. അതിനെ കാണാതെ നിങ്ങൾ ഈ ദോഷത്തെ മാത്രം കാണുന്നു. അപ്പം ദോഷകരമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തി നോക്കിയാൽ മറ്റേതിങ്ങി വരും. അതായത് ഒരു മാങ്ങ എടുത്താൽ ആ മാങ്ങയുടെ ഒരു ഭാഗം കേടാണെങ്കിൽ ആ കേട് ഭാഗം മുറിച്ചങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തായി? ക്ലീൻ, മാങ്ങ നല്ലതായി.
അപ്പം നല്ലതിനെ എടുക്കുക, ചീത്തതിനെ എടുത്ത് കളയുക. അതാണ് ജ്യോതിശാസ്ത്രവും പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു വസ്തു നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിൽ മോശമായിട്ടുള്ളത് ഒരു വസ്തു അതിനകത്തുണ്ടാകും. അതിനെ എടുത്ത് കളയണം. നമ്മൾ ഒരു സവാള മേടിച്ചാലും ഒരു കിഴങ്ങ് മേടിച്ചാലും ഒരു മാങ്ങ മേടിച്ചാലും വേണ്ട മീൻ മേടിച്ചാൽ പോലും എന്തുണ്ടാകും? അതിനകത്തും വേസ്റ്റ് ഉണ്ടാകും. വേസ്റ്റ് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. വേസ്റ്റിനെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് അയ്യോ എല്ലാം വേസ്റ്റാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെ സമയം കാണത്തുള്ളൂ. നല്ലതിനെ എടുത്ത് വെക്കുക, വേസ്റ്റിനെ എടുത്ത് കളയുക. അപ്പം നല്ലതായി, നമ്മുടെ കയ്യിലിരിക്കുന്നെല്ലാം നല്ലതായി. അപ്പം നിങ്ങളുടെ ദോഷമായിട്ട് നിൽക്കുന്ന ആളുകൾ 12ൽ നിൽക്കുന്ന രാഹുവും നിങ്ങൾക്ക് 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവായതുകൊണ്ട് ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതി വരുത്തുക, സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക. പ്രധാനമായിട്ട് നിങ്ങളുടെ ഭദ്രകാളിയുടെ കാര്യവും സുബ്രഹ്മണ്യൻ്റെ കാര്യവും ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നോക്കാം. നന്ദി, നമസ്കാരം.